Good morning, students. Today we are going to start our magazine journalism. So I gave you some assignments. Hope all of you have submitted your assignments. All assignments are very important. When we are giving you online, kindly respond on before the deadline. Okay. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഡെഡ്ലൈന് മുമ്പ് മാഗസിൻ ജേർണലിസത്തിൻ്റെ ഞാൻ തരുന്ന അസൈൻമെൻറ്റ്സ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും ഞങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൺലൈനായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ്സ് മാത്രമേ നമുക്ക് വാലിഡായിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ. ഇത് യൂണിവേഴ്സിറ്റി തന്നേക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നന്നായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോട്ട്ബുക്കും ഒരു പെന്നും ഒക്കെ ആയിട്ടിരിക്കുക. നിങ്ങൾ കമ്പൽസറി ആയിട്ട് എൻ്റെ ലെക്ചറിങ് നോട്ട്സ് എഴുതിയെടുക്കണം. നിങ്ങളത് നല്ല നോട്ട്സിൻ്റെ രൂപത്തിലാക്കി വെക്കണം. കോളേജ് തുറക്കുമ്പോൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം. സോ കൈൻഡ്ലി ടേക്ക് ഡൗൺ ദ നോട്ട്സ്. പഠിപ്പിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. സംശയങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, സോ എന്താണ് മാഗസിൻ? വാട്ട് ഈസ് എ മാഗസിൻ? നിങ്ങളെല്ലാവരും മാഗസിൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗസിൻസ് പലയിടത്തും കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ വരുത്തുന്നുണ്ടാവും. നമ്മുടെ ലൈബ്രറിയിലുണ്ട്. എന്തെല്ലാം മാഗസിൻസാണ് ഉള്ളത്? ന്യൂസ് മാഗസിൻസ് ഉണ്ട്, സ്പോർട്സ് മാഗസിൻസ് ഉണ്ട്, വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ബൈ മന്ത്ലി ഉണ്ട്, ഫോർട്ട് നൈറ്റ്ലി ഉണ്ട് അല്ലേ? ഇങ്ങനെയുള്ള പലവിധ മാഗസിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇവിടെ നമുക്ക് എന്താ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഒരു മാഗസിൻ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. മാഗസിൻ്റെ ഒരു ഡെഫിനിഷൻ ആദ്യം നമുക്ക് പറയാം. മാഗസിൻ ഈസ് എ ജനറൽ ഇൻട്രസ്റ്റ് പീരിയോഡിക്കൽ. നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പൊതുവെ വായിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രസിദ്ധീകരണമായിട്ട് മാത്രം നമുക്ക് മാഗസിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എ പീരിയോഡിക്കൽ ഈസ് എ പബ്ലിക്കേഷൻ ദാറ്റ് കംസ് ഔട്ട് പീരിയോഡിക്കലി. കൃത്യമായ ഒരു ഇൻ്റർവെല്ലിൽ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിനെയാണ് നമ്മളിവിടെ പീരിയോഡിക്കൽ എന്ന് പറയുന്നത്. അത് വീക്ക്ലി ആവാം, റെഗുലർ ഇൻ്റർവെൽസ്, കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ? ബാലരമ എല്ലാ വെള്ളിയാഴ്ചയും, അല്ലെങ്കിൽ ടിങ്കിൾ എല്ലാ 2 ആഴ്ചയിലൊരിക്കലും, അല്ലെങ്കിൽ എന്താണ് ഔട്ട്ലുക്ക് മാഗസിൻ, ദെൻ ദ വീക്ക്, ഇന്ത്യ ടുഡേ അല്ലേ? ഇഷ്ടംപോലെ മാഗസിൻസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ മാത്രമാണത് പുറത്ത് അവർ പ്രസിദ്ധീകരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ പബ്ലിഷ്ഡ് വൺസ് എ മന്ത്. മിക്ക ന്യൂസ് മാഗസിൻസിൻ്റെയും ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ മാത്രമേ അത് പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. ബട്ട് സം ഓഫ് ദം മൈറ്റ് ബി വീക്ക്ലി, ആഴ്ചതോറും ഇറങ്ങുന്നുണ്ട്. ഫോർട്ട് നൈറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആഴ്ചയിൽ ഒരിക്കൽ. ദെൻ ബൈ മന്ത്ലി ഉണ്ട്, ദെൻ ഓർ ക്വാർട്ടർലി ഉണ്ട്, 3 മാസത്തിലൊരിക്കലുണ്ട്. ഒറിജിനലി പബ്ലിഷേഴ്സ് ഓൺലി പ്രിന്റഡ് ദം. പബ്ലിഷർ അത് പ്രിന്റ് ചെയ്യുന്നു, അത് എന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ അതിന് വേറൊരു രൂപം കൂടിയുണ്ട്. അത് ഓൺലൈനായിട്ട് നമുക്ക് മാഗസിൻസ് പബ്ലിഷ് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, മാഗസിൻസ് വിച്ച് ഹാവ് എ പേപ്പർ കവർ അല്ലേ? മാഗസിൻസിന് എപ്പോഴും ഒരു പേപ്പർ കവർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? കണ്ടെയ്ൻ സ്റ്റോറീസ്, ഫോട്ടോഗ്രാഫ്സ്, ആർട്ടിക്കിൾസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. ഇവിടെ സ്റ്റോറീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് സ്റ്റോറീസ് പറഞ്ഞാൽ ന്യൂസ് സ്റ്റോറീസ് ആണല്ലേ? ഫീച്ചേഴ്സ് എന്താണ്? റെഗുലറായിട്ട് വളരെയധികം റിസർച്ച് നടത്തി അവർ എഴുതി അതിൻ്റെ വിവിധ ആംഗിളുകൾ കണ്ടെത്തി ഒരു ന്യൂസിൻ്റെ സ്റ്റോറി ആൾക്കാരുടെ അടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒന്നിനെ നമ്മളിവിടെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ നിങ്ങൾ ഫീച്ചറൊക്കെ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷനിലും എഡിറ്റിങ്ങിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫീച്ചർ എന്താണെന്നുള്ളത് റിപ്പോർട്ടിങ്ങിൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഉണ്ടാവും, ബോക്സ് സ്റ്റോറീസ് ഉണ്ടാവും, അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും,
എഡിറ്റോറിയൽ ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് കണ്ടന്റ് ഓഫ് മാഗസിൻസ് എന്താണെന്ന് അസൈൻമെന്റ് തന്നത് തന്നെ ഒരു മാഗസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഇവിടെ കോളിൻസിന്റെ കുറച്ച് ഡെഫിനിഷൻസ്, എന്താണ് ഒരു മാഗസിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. എ മാഗസിൻ ഈസ് എ പബ്ലിക്കേഷൻ വിത്ത് എ പേപ്പർ കവർ വിച്ച് ഈസ് ഇഷ്യൂഡ് റെഗുലർലി, യൂഷ്വലി എവറി വീക്ക് ഓർ എവറി മന്ത്, and which contains articles, stories, photographs and advertisements. അവിടെ നമ്മൾ കോളിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിക്ഷണറി, കോളിൻസിൻ്റെ ഡിക്ഷണറിയാണ്. ആ ഡിക്ഷണറിയിൽ മാഗസിൻ എന്താണെന്ന് കൃത്യമായിട്ട് അതിനകത്തൊരു ഡെഫിനിഷൻ പറയുന്നത്, അത് ഒരു പബ്ലിക്കേഷനാണ്, അതിനൊരു പേപ്പർ കവർ ഉണ്ടാവും, അത് റെഗുലറായിട്ട് പബ്ലിഷ് ചെയ്യും, എവറി വീക്ക്, എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും. ആൻഡ് അതിനകത്ത് കണ്ടന്റ് എന്തൊക്കെയാണ് പറയുന്നത്? ആർട്ടിക്കിൾസ്, സ്റ്റോറീസ്, ഫോട്ടോഗ്രാഫ്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്സ്. അടുത്തത്, ഈ മാഗസിൻ എന്ന് പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾ റേഡിയോ കേൾക്കുന്നവരാണ് അല്ലെ ടെലിവിഷൻ കാണുന്നവരാണെങ്കിൽ അതിനെ ഇലക്ട്രോണിക് മീഡിയയിൽ നമ്മൾ മാഗസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന മാഗസിൻ അല്ല, അതൊരു പ്രോഗ്രാമാണ്. ഒരു ടെലിവിഷനിലോ റേഡിയോയിലോ മാഗസിൻ എന്ന് പറയുന്നത് ഒരു മാഗസിൻ പ്രോഗ്രാമാണ്. അതിനകത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ ഐറ്റംസ്, പീപ്പിൾ ഓർ ഇവൻറ്റ്, ആരെങ്കിലും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിവിധ തരം പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് മാഗസിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓൺ റേഡിയോ ഓർ ടെലിവിഷൻ, എ മാഗസിൻ or a magazine program is a program consisting of several items about different topics, people and events. Okay, ഇതാണ് മാഗസിൻ എന്ന ടെലിവിഷനിലോ അല്ലെങ്കിൽ റേഡിയോയിലോ മാഗസിൻ എന്ന പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. ദെൻ ഇനി ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് മാഗസിൻ്റെ കൃത്യമായ ഒരു ഡെഫിനിഷൻ എക്സാമിന് എഴുതണ്ടേ. ഇപ്പം നിങ്ങൾ കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ എഴുതണം. അവിടെ എന്ത് എഴുതണം എന്ന് വെച്ചാൽ, മാഗസിൻ ഈസ് എ പബ്ലിക്കേഷൻ വിച്ച് ഈസ് ഇഷ്യൂഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, യൂഷ്വലി വീക്ക്ലി ഓർ മന്ത്ലി, ദാറ്റ് കണ്ടെയ്ൻ ആർട്ടിക്കിൾസ്, സ്റ്റോറീസ്, ഫോട്ടോഗ്രാഫ്സ്, advertisements and other features, with a page size that is usually smaller than that of a newspaper but larger than that of a book. ഒരു ബുക്കിനേക്കാളും വലുതും ന്യൂസ് പേപ്പറിനേക്കാൾ ചെറുതും. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്ന് വീണ്ടും പറയുന്നുണ്ട്. അത് വീക്ക്ലി ആയിരിക്കും, മന്ത്ലി ആയിരിക്കും. അതിനകത്ത് ആർട്ടിക്കിൾസ് ഉണ്ടാവും, സ്റ്റോറീസ് ഉണ്ടാവും, ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് അതർ ഫീച്ചേഴ്സ്. ഈ ഒരു ഡെഫിനിഷനാണ് കറക്റ്റായിട്ട് എക്സാമിന് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ എഴുതുമ്പം എഴുതേണ്ടത്. കോളിൻസിൻ്റെ ഡെഫിനിഷനും എഴുതാം, പക്ഷേ നമ്മൾ ഒഫീഷ്യലായിട്ട് എഴുതുമ്പം എപ്പോഴും ഈ ഡെഫിനിഷനാണ് എഴുതുക. എന്താണ് ആ ഡെഫിനിഷൻ? ഒന്നും കൂടി പറയാം. മാഗസിൻ ഇസ് എ പബ്ലിക്കേഷൻ വിച്ച് ഈസ് ഇഷ്യൂഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, യൂഷ്വലി വീക്ക്ലി ഓർ മന്ത്ലി, ദാറ്റ് കണ്ടെയ്ൻ ആർട്ടിക്കിൾസ്, സ്റ്റോറീസ്, photographs, advertisements and other features, with a page size that is usually smaller than that of a newspaper but larger than that of a book. Clear? Okay. Then ഈ മാഗസിൻ എന്ന വേർഡ് നമുക്ക് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. The first appeared in the English language. Warehouse, place of storing goods, especially military ammunition. It came from the Middle French word magazine, which meant warehouse or depot store. The Italian word magazzino or the Arabic word magazine, plural of magazine means storehouse. അതാണ് സ്റ്റോർ ഹൗസ് എന്നൊരു വേർഡിലാണ് മാഗസിൻ എന്നുള്ളത് ഫോം ചെയ്ത് വന്നത്. ഓക്കെ, ദ ജെന്റിൽമാൻ മാഗസിൻ വൺ ഓഫ് ദി ഫസ്റ്റ് മാഗസിൻ ആണ്. 1731
ആണ് അത് പബ്ലിഷ്ഡ് ആയത്. 1922 വരെ ആ മാഗസിൻ ഉണ്ടായിരുന്നു. വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി മാഗസിൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണം. ദെൻ മാഗസിൻ ജേർണലിസം യൂസസ് ദ ട്രഡീഷണൽ ടൂൾസ്. എന്തൊക്കെ ടൂൾസാണ് മാഗസിൻ ജേർണലിസം യൂസ് ചെയ്യുന്നത്? അത് ട്രഡീഷണൽ ആയിട്ടുള്ള ടൂൾസാണ്. അത് ഇൻ്റർവ്യൂസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഒത്തിരി വേണം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഇല്ലാതെ നമുക്കൊരു ആർട്ടിക്കിൾ മാഗസിനകത്ത് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മാഗസിൻ എപ്പോഴും വീക്ക്ലി, മന്ത്ലിയും ഒക്കെ ഫോർട്ട്നൈറ്റ്ലിയും ഒക്കെ ആയി മാറുന്നത്. ന്യൂസ് പേപ്പർ എങ്ങനെയാണ് നമ്മൾ ഇറക്കുന്നത്? നമ്മൾ ഡെയിലി അപ്പപ്പോൾ വാർത്തകൾ ചൂടാറാതെ ജനങ്ങളിൽ എത്തിക്കുന്നത് അല്ലേ. ഇമ്മീഡിയറ്റ് ആയിട്ട് ന്യൂസ് സ്റ്റോറീസ് വി വിൽ ബ്രിങ് ടു ദ റീഡേഴ്സ് അല്ലേ, അവരുടെ അടുത്ത് എത്തിക്കപ്പെടുന്നു. അത് ഇപ്പോഴേ വിഷ്വൽ മീഡിയ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വിതിൻ സെക്കൻഡ്സ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻസ് റീഡേഴ്സിൻ്റെ അടുത്ത് അല്ല വ്യൂവേഴ്സിൻ്റെ അടുത്ത് അല്ല ഓഡിയൻസിൻ്റെ അടുത്ത് എത്തപ്പെടുന്നു. ഇവിടെ നമുക്ക് മാഗസിൻ ജേർണലിസത്തിന് എന്തൊക്കെ ടൂൾസ് വേണം എന്നുള്ളത്: ഇൻ്റർവ്യൂ വേണം, ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് വേണം, ദെൻ റൈറ്റിംഗ് ടു പ്രൊഡ്യൂസ് ആർട്ടിക്കിൾ ഫോർ കൺസ്യൂമർ ആൻഡ് ട്രേഡ് മാഗസിൻസ്. അനദർ തിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാഗസിൻസ് എപ്പോഴും നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് വേണം. നമ്മൾ കൃത്യമായിട്ട് ജനറൽ ഓഡിയൻസ് ആണോ, അതല്ല നമുക്ക് സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ സ്പോർട്സ് റീഡേഴ്സ്, അങ്ങനത്തെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കും. കുട്ടികൾക്കാണെങ്കിൽ ചിൽഡ്രൻ സ്പെഷ്യൽ ആയിരിക്കും. ദെൻ വനിത അല്ലെങ്കിൽ വിമൻ സ്പെഷ്യൽ ആണെങ്കിൽ അങ്ങനത്തെ ആർട്ടിക്കിൾസ്. ദെൻ പിന്നെ പരസ്യങ്ങൾ, മേക്കപ്പ് അല്ലെങ്കിൽ മേക്ക് ഓവർ എങ്ങനെ ചെയ്യാം, ഇതുപോലൊക്കെയുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും എപ്പോഴും നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ ഇന്ന ഏജ് മുതലുള്ള ഇന്ന ഏജ് വരെയുള്ള സ്ത്രീകളെയൊക്കെ കൺസിഡർ ചെയ്ത് ആ ഒരു രീതിയിലാണ് ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും കുറേ മാഗസിൻസ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുക. ദെൻ now we'll learn what is the difference between magazine journalism and newspaper journalism. എപ്പോഴും മാഗസിൻ ജേർണലിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കൊരു നാഷണൽ ഓഡിയൻസ് ആയിരിക്കും.